ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ്കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പിയാണ്. വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 പൊട്ടറ്റോ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ പൊട്ടറ്റോയും കൂടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് കട്ട് ചെയ്യുക. ചിലർക്ക് നല്ല തിന്നായിട്ട് വേണം, ചിലർക്ക് നല്ല തിക്കായിട്ട് വേണം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു സമയത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒരു 3 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ മതി. അതിലും ഒട്ടും കൂടി പോകരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ആകെ കുഴഞ്ഞു പോകും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇതിലിട്ട് വയ്ക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ സ്റ്റാർച്ചൊക്കെ നന്നായിട്ടൊന്ന് പോകാനാണ്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 3 മിനിറ്റോളം തിളപ്പിച്ചതല്ലേ. ഇതിന് വീണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൽ എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചു കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഈ ഓട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇട്ട് കൊടുക്കുമ്പം എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങിൽ പൊടികളൊക്കെ നന്നായിട്ട് പിടിക്കണം, എല്ലാ ഭാഗത്തും പിടിക്കണം. എക്സസ് ആയിട്ടുള്ള പൊടികളൊക്കെ താഴേക്ക് പോയിക്കോളും. ഇപ്പോൾ ഉരുളക്കിഴങ്ങിൽ പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യരുത്. വെളിച്ചെണ്ണ ചെയ്യുമ്പം വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഇതിൽ മുന്നിട്ട് നിൽക്കും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊരു 6 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കട്ട പിടിച്ച് കിടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ചായിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മുഴുവൻ എണ്ണ കുടിക്കും. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ഇത് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് ഇതെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു 6 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു 30 മിനിറ്റ് ഒന്ന് ഇവിടെ എടുത്ത് വെക്കാം. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പൊട്ടറ്റോ കിട്ടും. അതിനാണ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോയൊക്കെ അത്യാവശ്യം ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മളൊരു 3 മിനിറ്റോളം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഒരു 6 മിനിറ്റും രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു 3 മിനിറ്റും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല സൗണ്ട് കേൾക്കണില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ പൊട്ടറ്റോ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചീസ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല.
എന്നിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക. കണ്ടിട്ട് നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.